നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. എല്ലാവർക്കും ഈ വർഷം എല്ലാവിധ സമൃദ്ധി ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ. ഞാനിപ്പോൾ സംസാരിക്കാൻ വന്ന സബ്ജക്റ്റേ, ഈ സബ്ജക്റ്റിലോട്ട് കടക്കാനായിട്ട് ഞാനൊരു സിനിമയുടെ ഒരു തോട്ട് പറയാവേ. സിനിമ നമ്മുടെ ജീവിതമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ, പെട്ടെന്ന് റിലേറ്റ് ആവുമല്ലോ. ആകാശദൂത് എന്ന് പറഞ്ഞൊരു സിനിമയുടെ, കുറച്ച് പഴയ സിനിമയാണ്. ആ സിനിമയുടെ ഒരു എന്താ പറയുക, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു മദ്യപാനത്തിൻ്റെ വിഷയമാണ്. ആ സിനിമയിലൊരു രംഗമുണ്ട്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടോ. അത് എന്താ പറയുന്നത്, അതൊരു ശരിക്കും മദ്യപാനം കൊണ്ടുണ്ടാകുന്നൊരു വലിയ ദുരന്തം നമുക്ക് ആ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. ഇപ്പം ഞാൻ അതിനകത്ത് ഒരു രംഗം ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങാവേ. അമിത മദ്യപാനിയായിട്ട് എത്ര ശ്രമിച്ചിട്ടും മദ്യപാനം നിർത്താൻ പറ്റാതിരിക്കുന്ന അതിനകത്തെ ക്യാരക്ടർ മുരളി എന്ന കഥാപാത്രത്തിന് ധ്യാനം കൂടാനായിട്ട് ഭാര്യയും പള്ളിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ധ്യാനം കൂടാനായിട്ട് അദ്ദേഹം പോകുന്നു. അപ്പോൾ ഈ ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ചാരായ ഷോപ്പിൻ്റെ മുമ്പിൽ ബസ് എത്തുമ്പം അതിനെ അദ്ദേഹത്തിന് കടന്നു പോകാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അതിലേക്ക് തന്നെ വരികയും ധ്യാനം അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അത്രയും പറഞ്ഞതും കുടുംബത്തുണ്ടായ പ്രശ്നങ്ങളോ എല്ലാം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റാതെ ഈ സാധനം അല്ലെങ്കിൽ എന്താ പറയുക, ഈ മദ്യം, ആ മദ്യത്തിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ആ മദ്യപാനത്തിൻ്റെ ആസക്തി അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഉണരുകയും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മറന്നു പോവുകയും പെട്ടെന്ന് തന്നെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ അത് ബെല്ലടിച്ചിട്ട് ചാടി ഇറങ്ങി ആ മദ്യഷാപ്പിലേക്ക് പോയി വീണ്ടും അദ്ദേഹം മദ്യം കഴിച്ച് തിരിച്ച് വീട്ടിൽ അമ്മയും മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയറി വരുന്നൊരു രംഗമുണ്ട്. ഞാനിപ്പോൾ ആ ഒരു രംഗത്തെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാവേ. നമ്മൾ ഈ കാലഘട്ടത്തിൽ എനിക്കറിയത്തില്ല ഇത് എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കുടുംബങ്ങളിലെ തകർച്ചകൾ, അല്ലെങ്കിൽ മദ്യപാനാസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് മദ്യപാനം ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 16 വർഷമായിട്ടുള്ള മദ്യപാനം, 20 വർഷമായിട്ടുള്ള മദ്യപാനം, 50 വർഷമായിട്ടുള്ള മദ്യപാനം എന്നൊക്കെ പറഞ്ഞ ആളുകൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അതിൻ്റെ പേരിലുണ്ടായ നാശനഷ്ടങ്ങളെപ്പറ്റി ഭാര്യമാർ പറയുന്നതും അതിൻ്റെ മക്കൾ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വൺസ് ഇതൊന്നും ഇതിലേക്കൊക്കെ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീവിതം അത് നിയന്ത്രിച്ചുകൊണ്ട് പോകും. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ മുരളിയുടെ ക്യാരക്ടറിന് ആ ഒരു ചാരായ ഷാപ്പിൻ്റെ മുന്നിൽ ആ ബസ് നീങ്ങുന്നത് അല്ലെങ്കിൽ അതുപോലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം ഈ സാധനം കൺട്രോൾ ചെയ്യുക, ഈ തോട്ട്, ഇതിൻ്റെ അഡിക്ഷൻ കൺട്രോൾ ചെയ്യുക. അപ്പം ഞാൻ പറയാം, അതിൻ്റെ ഓർമ്മകൾ അവരെ ഇതിൽ നിന്ന് ഉണർപ്പം. ഒരു തരത്തിൽ ചില മനുഷ്യർ കഷ്ടപ്പെട്ട് ഈ മദ്യപാനം വേണ്ടാന്ന് കഷ്ടപ്പെട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പോലും വീണ്ടും ഇതുപോലുള്ള ചില തോട്ടുകൾ, ചില പാർട്ടികൾ, അങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇതിനകത്ത് അവരെ ഈ പറയുന്ന ആസക്തിയിലേക്ക് വീണ്ടും കൊണ്ടുപോകാറുണ്ട്. നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പേര് UK പല ഭാഗങ്ങളിൽ നിന്നൊക്കെ, നമ്മളിപ്പോൾ UK ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് കേട്ടോ UK കാര്യങ്ങൾ പറയുന്നത്. UK ഇരുന്ന് അറിയാമല്ലോ, ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ജീവിതങ്ങൾ നടക്കുന്നു, ഡ്യൂട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് തുടങ്ങുന്ന മദ്യപാനം വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കൊച്ചുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാനസികമായും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ദമ്പതിമാർ അല്ലെങ്കിൽ ഭാര്യയെ പീഡിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ റിലേഷൻസ് ബ്രേക്ക് ആയത് എൻ്റെ കണക്കുകൾ എടുത്താൽ ഭയങ്കരമായിരിക്കും. എൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ് എന്താണെന്നറിയാമോ, ഞാനിതിനകത്ത് ഓരോന്ന് എണ്ണി ഉദാഹരണം പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ പറയാം. അതിൽ കൂടുതൽ ഇപ്പം ഞാൻ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ സംസാരിച്ചപ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് ഡെന്നിസ് ജോസഫ് സാറാണ്. എനിക്ക് ഡെന്നിസ് ജോസഫ് സാറുമായിട്ട് ഭയങ്കര അടുത്ത പരിചയമാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പോകുമ്പോൾ ഒരു രാജകുമാരനെ പോലെ ഒരു റൂമിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ഒരവസ്ഥയിൽ. വീണ്ടും ഞാൻ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ വളരെ ദയനീയമായിട്ട് അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ നമ്മുടെ ഇതിൽ, അദ്ദേഹം പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഈ മദ്യപാനത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താക്കിയപ്പോൾ അത്രയും വാക്കുകൾ കൊണ്ട് മായാജാലം സൃഷ്ടിച്ച അദ്ദേഹത്തിന്, മലയാള സിനിമയിൽ മായാജാലം സൃഷ്ടിച്ച അദ്ദേഹത്തിന് ഒരു വാക്ക് എഴുതാൻ എന്ന് പറഞ്ഞ അക്ഷരം മറന്നു പോയി എന്ന് പറയത്തക്ക രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ബ്ലാങ്ക് ആയിപ്പോയല്ലോ മദ്യപാനം എവിടെ എത്തിച്ചെന്നുള്ളത്. അപ്പോൾ ഈ ആകാശദൂത് എഴുതിയത് അദ്ദേഹമാണ്. പക്ഷേ എന്താ അതിന് പറഞ്ഞത്, ഐറണി എന്നൊക്കെ പറഞ്ഞ് വിരോധാഭാസകരമല്ലേ? എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് പോലും ഇത് സംഭവിക്കുന്നു. എത്ര മഹാന്മാരായ ആൾക്കാർ, ഇപ്പം പേരെടുത്ത് പറയുന്ന നമ്മുടെ വളരെ വേണ്ടപ്പെട്ടപ്പോൾ വയലാർ രാമവർമ്മ പോലും ഇങ്ങോട്ട് എത്ര പേരാണ് നമ്മളിങ്ങനെ കേട്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ കാര്യങ്ങൾ കേട്ടില്ലേ? 45-46 വയസ്സിൽ അപൂർവ പ്രതിഭകളാണ് നഷ്ടപ്പെട്ടു പോയത്. മദ്യം ഒരു ചെറിയൊരു ഒരു പാർട്ടി അത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ അതിനിൽ നിന്ന് മോചിതനാകാൻ പറ്റാതെ വലിയ പ്രശ്നത്തിലോട്ട് പോവുകയാണ്.
ഇപ്പോൾ ശ്രീ കലാഭവൻ പറ്റി നമുക്കറിയാവുന്നതല്ലേ, എന്ത് മനോഹരമായ പാട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ വേർപാടിനുണ്ടായ ദുരന്തമൊക്കെ നമ്മൾ കേട്ടല്ലോ, വേര് കഴിച്ചു തുടങ്ങിയിട്ട് പിന്നീട് ഇതെവിടെ എത്തിച്ചു എന്നുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരിധി വരെ ചുമ്മാ തമാശനൊക്കെ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ സങ്കടം കരയുന്നവരെയുണ്ട് ചില മനുഷ്യർ, ഇത് നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ട്. ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥന കൊണ്ടുമൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് സംയമനം പാലിച്ച് ഏതെങ്കിലും ഒരു നിയന്ത്രണത്തിലൂടെ, എന്തെങ്കിലും ഒരു പ്രാർത്ഥനയിലൂടെ, ഏതെങ്കിലും ഒരു പോയിന്റിൽ കഷ്ടപ്പെട്ട് നിർത്തുന്നവരുണ്ട്. അഡിക്ഷനെ നമുക്ക് അങ്ങനെയാണ് പറയാനുള്ളൂ. അഡിക്ഷൻ ഒന്നും അത്ര ഈസിയല്ല. ഈ അഡിക്ഷൻ നമ്മളെ നിയന്ത്രിക്കുന്നേ. ആളുകളെ ചുമ്മാ വഴക്ക് പറഞ്ഞു തന്നെ കൊണ്ട് പറ്റാത്തതിനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അവരെ കൊണ്ട് സാധിക്കില്ല, അത്രത്തോളം ഈ സാധനം നിയന്ത്രിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴല്ലോ അങ്ങനെയുള്ള ഓർമ്മകൾ, തോട്ടുകളൊക്കെ, ആത്മഹത്യകൾ, ഞാൻ പറഞ്ഞില്ല എന്തേറെ അവസ്ഥകളുണ്ടായെന്നുള്ളത്. ഞാനൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ കണ്ടൊരു മനുഷ്യനാണ്. മദ്യപാനം കൊണ്ടുണ്ടായ ദുരന്തങ്ങൾ, ആത്മഹത്യ കണ്ടിട്ടുണ്ട്, അതുപോലെ പീഡിപ്പിക്കപ്പെട്ട ആൾക്കാരെ കണ്ടിട്ടുണ്ട്, തകർക്കപ്പെട്ട കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്, തകർക്കപ്പെട്ട് തെരുവിലിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടതുകൊണ്ട് ആ വേദനയിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആരെ അപമാനിക്കാനായിട്ട് പറയുന്നതല്ല. ഞാൻ അതുകൊണ്ട് ഈ മദ്യപാന ആഘോഷങ്ങളെ എനിക്കൊരിക്കലും സന്തോഷത്തോടു കൂടി കാണാൻ പറ്റിയിട്ടില്ല. മദ്യം കഴിക്കുന്നത് എത്ര സന്തോഷകരമായ ആർഭാടങ്ങൾ കാണിക്കുമ്പോഴും എൻ്റെ ഓർമ്മയിൽ ചങ്കുപൊട്ടി മരിച്ചവരും കുറേ മരണങ്ങൾ എൻ്റെ മുന്നിൽ വരാറുണ്ട്. കുറേ പേര് മരിച്ചു കിടക്കുന്നത് ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെ ഒരു വലിയ സന്തോഷമായിട്ട് ഒരിടത്തും ഞാൻ കാണാറുമില്ല, അതൊട്ട് ആസ്വദിക്കാൻ നിൽക്കാറില്ല. അതിനെ ഒന്നും ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എൻ്റെ നാക്കിൽ നിന്ന് പോലും ഇട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മദ്യം കഴിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് എനിക്കതിനൊരു ഹാപ്പിനെസ് കിട്ടാതെ, എനിക്കൊരു സന്തോഷം കിട്ടത്തില്ലാത്തൊരു കാര്യം ഞാൻ എന്തിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനതിനകത്ത് വലിയ താല്പര്യം എടുത്തിട്ടില്ല. പല പ്രാവശ്യവും എൻ്റെ യൗവനങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആസ്വാദനം എന്താണ്, ഇതിൻ്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ എടുത്തോട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതേ കയറി ഇറങ്ങി പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദയവ് ചെയ്തിട്ട് മദ്യം കഴിക്കുന്നത് അത് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ കാണിക്കരുത്. ഈ കാണിക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറയാം, നിങ്ങൾക്ക് ആഹ്ലാദമായിരിക്കും, നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, പക്ഷേ ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനെ കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പുറത്തേക്ക് എത്തിക്കുകയും ഈ കാഴ്ചകൾ, ഈ ഓർമ്മകൾ അവരുടെ ആ ഒരു അഡിക്ഷനെ വീണ്ടും കൊണ്ടുവരും, അങ്ങനെ പോകുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ പ്രാവശ്യം എനിക്ക് വന്ന മെസ്സേജസൊക്കെ വന്നതുകൊണ്ടാട്ടോ ഞാനിത് പറഞ്ഞത്. നിങ്ങളൊക്കെ ഇത്രയും സംസാരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഇതേപ്പറ്റി പറയത്തില്ല എല്ലാവരോടും ഇങ്ങനെ. അത് ദുരന്തം അനുഭവിച്ചവർക്കേ അറിയത്തുള്ളന്നേ. പരസ്യമായിട്ട് മദ്യം പൊട്ടിച്ചൊഴിച്ച് ഗ്ലാസ്സിലൊഴിച്ച് ഇങ്ങനെ കുടിച്ച് കാണിക്കുന്നത് അതിനകത്ത് എന്താ, അതിനകത്തൊരു വലിയ കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. മദ്യം കഴിക്കുക എന്നത് വലിയ കഴിവാണോ? അല്ലെങ്കിൽ വലിയ വില കൂടിയ മദ്യം മേടിക്കുന്നത് വലിയ കഴിവാണോ? കാശുണ്ടെങ്കിൽ വില കൂടിയത് മദ്യം നല്ല എന്ത് സാധനം കാശുള്ളവർ മേടിക്കാൻ പറ്റും. നമ്മുടെ നാടൻ ശ്രീനിവാസൻ പറഞ്ഞ പോലെയുള്ളൂ, ഈ തോട്ടങ്ങളെല്ലാം മറ്റവൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ ആ തോട്ടങ്ങളെല്ലാം ഇങ്ങോട്ട് എഴുതാന്ന് പറഞ്ഞ പോലത്തെ ഒരു ഉത്തരവുള്ളതിന്. കാശുള്ളവനെല്ലാം മേടിച്ചിട്ട് അതെൻ്റെ മെടുക്കാന്ന് പറഞ്ഞതിനകത്ത് കാര്യമില്ല. പിന്നെ പൊട്ടിച്ച് കഴിക്കുന്നത്, ഞാനൊരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ മദ്യം വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ കുപ്പിയിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കഴിക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കി, ഇയാൾ ഭയങ്കര മിടുക്കനാണല്ലോ, ഭയങ്കര കഴിവാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇയാളും ഒരു വലിയ ഗമ പോലെ നിൽക്കുവാണ് എല്ലാവരുടെയും മുന്നിൽ, ഞാൻ ഭയങ്കര മിടുക്കനാണ്. അപ്പോൾ അടുത്ത് നിന്ന് അയാളെ പരിഹസിച്ചോണ്ടേ ഒരാൾ പറയണേ, എടാ അവൻ്റെ ചങ്കും കരളും എല്ലാം പോയി, അവൻ്റെ ബോഡിക്ക് തന്നാന്ന് മനസ്സിലാകുന്ന പോലുമില്ല, അതല്ലാതെ അവനെന്നാ മിടുക്ക്, അവൻ്റെ കഴിവാണോ എന്ന് ചോദിച്ച പോലെ. അപ്പോൾ ഇത് പൊട്ടിച്ചൊടിച്ച് കഴിച്ച് കാണിക്കുമ്പോൾ തകർക്കപ്പെട്ട കുടുംബങ്ങളും മരണപ്പെട്ട കുടുംബങ്ങളും ആത്മഹത്യ നടന്ന കുടുംബങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും നമ്മുടെ കൊച്ചു പിള്ളേർ സഹിതം കയറി പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. പിന്നെ പറയാൻ പറ്റത്തില്ലാത്ത ആളുകൾക്ക് പലർക്കും അതൊക്കെ പറയാൻ മടിയാം. അങ്ങനെ ഇവരൊക്കെ പിന്നെ ഇത് പറഞ്ഞ് ഈ വലിയ നല്ലവനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഡയലോഗ് കൊണ്ട് വരുന്നതുകൊണ്ട് ആരും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ വളരെ പ്രിയപ്പെട്ട ആൾക്കാർ പോലും ഇത് ചെയ്യുന്നതിനോട് എനിക്ക് വിഷമം തോന്നാറുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിങ്ങനെ പരസ്യമായിട്ട് കാണിക്കുമ്പോൾ മറ്റുള്ളവരെ പിടിച്ചു വെച്ചവർ പുതിയതായിട്ട് തുടങ്ങാനുള്ള അതൊരു പ്രേരണയാകും. അതോടൊപ്പം തന്നെ ഈ പിടിച്ചു വെച്ച് ഒരു തരത്തിൽ ഇതിൽ നിന്ന് മോചിതരായി നിൽക്കുന്നവരൊക്കെ അതിനകത്തേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഇത്ര പബ്ലിക്കിൽ വലിയ മിടുക്ക് പോലെ കാണിക്കണമെന്ന് ഞാനൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെയുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. രണ്ടരങ്ങ് അടിക്കാമെന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ഭയങ്കര ആഘോഷമായിട്ട് എന്തുവാ ഇത്ര പറയാമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്തെ, വിവാഹം ആലോചിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരെ പറ്റി ചോദിക്കണേ, എൻ്റെ ദൈവമേ അവൻ മദ്യം കണ്ടാൽ ബോധം കെട്ടുപോകും, എൻ്റെ ജീവിതത്തിൽ അവൻ മദ്യം തൊട്ടിട്ടില്ല, ഇങ്ങനെ ആണയിടുക ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ മദ്യം പൊട്ടിച്ചൊഴിച്ച് കുടിക്കുന്ന ചെറുപ്പക്കാരെ പലരെയും ഞാൻ കണ്ടു. ഞാനിങ്ങനെ അവരോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഈ കല്യാണത്തിന് മുമ്പ് നിങ്ങളിത് പറഞ്ഞിരുന്നോ, പബ്ലിസിറ്റി ചെയ്തിരുന്നോ, നിങ്ങളുടെ നാട്ടിൽ അറിയായിരുന്നോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അറിയായിരുന്നോ? നിങ്ങളിത് പറയുകയില്ല.
നിങ്ങൾക്കറിയാം അത് മോശം കാര്യമാണ്, അതറിഞ്ഞാൽ ആരും നിങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാകത്തില്ല. അത് പറയുമ്പം നിങ്ങൾക്കൊരു നല്ലൊരു മുഖം ഉണ്ടാവത്തില്ല എന്നറിയാം. കാരണം എന്താ, മദ്യം കഴിക്കുന്നവരത്തിന് എന്തിനാ എൻ്റെ പെണ്ണെ കെട്ടിച്ചു കൊടുക്കണ്ടേ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അവർ അന്ന് കാലത്ത് വളരെ മാന്യമായിട്ട് ഞങ്ങളൊന്നും കഴിക്കത്തില്ല കേട്ടോ, കുടിക്കുന്ന ആൾ പോലും അല്ലെന്ന് പരസ്യമായി പറഞ്ഞ ആൾക്കാർ കല്യാണം കഴിച്ചുകൂടി ലൈസൻസായി എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? അവർ പബ്ലിക്കിൽ പൊട്ടിച്ചൊഴിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ജനം കാണുന്നതോ, മക്കൾ കാണുന്നതോ, സ്ത്രീകൾ കാണുന്നതോ, അല്ലെങ്കിൽ തകർക്കപ്പെട്ട കുടുംബത്തിലിരിക്കുന്ന ആൾക്കാർ കാണുന്നതോ ഒന്നും പ്രശ്നമില്ല. പറയുമ്പോൾ പറയും നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തില്ല, നിങ്ങൾ കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പറയുമായിരിക്കും. എങ്കിലും എൻ്റെ ഒരു വിനീതമായൊരു അപേക്ഷ എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരുപാട് ദുരന്തത്തിന് കാരണമാകും. കാരണം ഇത്ര ഞാൻ പറഞ്ഞതുപോലെ ഈ മറ്റേ മുരളിക്ക് ആ ഷോപ്പ് കടന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകും. കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കമന്ന് കിടന്ന് എൻ്റെ ദൈവമേ ഇതിൽ തന്നെ ഒന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം രസകരമായിട്ട് കഴിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റി പലരും വർണ്ണിക്കുന്നതാണ് അവരുടെ എൻജോയ്മെൻറ്റിന്. ആയിക്കോട്ടെ, പക്ഷേ ഇത് എൻഡ് ഓഫ് ദ ടൈം ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഞാൻ ദുരന്തങ്ങൾ മാത്രം ഇതുകൊണ്ട് കണ്ടിട്ടുള്ളത്, ദുരന്തം മാത്രം കണ്ട മനുഷ്യനാണ്. എനിക്ക് ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് പറയാൻ താല്പര്യമില്ല, അവരുടെയൊക്കെ കഥകൾ എന്തിനാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറേ സിനിമാ നടന്മാരുടെ കാര്യങ്ങളും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ നേഴ്സായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ പേരിനി പറയാമോ, തെറ്റായിരിക്കും, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ലിവർ സിറോസിസ് ആയിട്ട് വന്നത് ഞങ്ങളുടെയൊക്കെ തന്നെ കുടുംബത്തിലെ അന്നത്തെ വളരെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു, ആദ്യത്തെ ബുൾഗാൻ താടി, കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു. അയാൾ ദയനീയമായിട്ട് അവിടെ വന്നിട്ട് ബന്ധുവായതുകൊണ്ട് എനിക്കാണ് അദ്ദേഹത്തിനെ നോക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് സങ്കടം തോന്നി. അയാളുടെ ഭാര്യയ്ക്ക് അയാളെയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ, ഇയാളെയൊക്കെ എന്തിനാണ്. അപ്പം ഞാൻ ഓർക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അന്നത്തെ കാലത്ത് ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യനാണ്, പക്ഷെ ഒരു മദ്യം എവിടെ കൊണ്ട് എത്തിച്ചു? ചുമ്മാ രസത്തിന് തുടങ്ങി ചെന്നതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ ഈ വലിയ ഭംഗിയുള്ള കുറേ കുപ്പികൾ ഏതാണ്ട് ബ്രാൻഡഡ് നെയിമും ഒക്കെ ഇട്ടുന്ന പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഭയങ്കര രുചിയിൽ കുടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്നൊരു വലിയ ദ്രോഹമാണ് അത്. നിങ്ങൾക്ക് തന്നെ അറിയാം. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് മോശപ്പെട്ടൊരു കാര്യമാണ് അല്ലെങ്കിൽ പബ്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തതാണെന്നുള്ളതിൻ്റെ ഏക തെളിവല്ലേ. നിങ്ങൾ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ഒരിടത്തും പ്രഖ്യാപിച്ചിട്ടില്ല ഞാൻ മദ്യം ഇതുപോലെ കഴിക്കുന്ന ആളാണെന്ന്. വിവാഹത്തിന് മുമ്പ് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് മദ്യം പരസ്യമായിട്ട് കാണിച്ചിട്ടല്ല നിങ്ങളാരും കല്യാണ പകത്തിലോട്ട് പോയത്. അവിടെയൊക്കെ നിങ്ങൾ മാന്യന്മാരായിട്ട് വന്നിട്ട് ഇന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് സമൂഹത്തിൽ ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും നടന്നോട്ടെ എന്നുള്ളൊരു ചിന്തയെ കാണിക്കുന്നതായിരിക്കും ഇത്. വളരെ ദുഃഖിതരായിട്ട് ചില മനുഷ്യരൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഈ വേനൽ ഈ പറയുന്ന നമ്മുടെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ തെരുവിലിറങ്ങിയവരും വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരുപാട് പേര്, മദ്യം കൊണ്ട് പ്രശ്നമായ കുറേ പേര് എനിക്കിവിടെ അറിയാം. കമന്ന് കിടന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് ദൈവമേ എനിക്കൊരു രക്ഷയില്ല, എന്നെ ഒന്ന് കാത്തു രക്ഷിക്കണേ, ഇതൊന്ന് മോചിപ്പിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തകർന്ന മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. മദ്യം കഴിച്ചിട്ട് വന്ന് ഒരു പ്രാവശ്യം ഒരു ഇൻസിഡൻറ്റ് തെളിയിച്ചു വരുന്ന ഒരു മനുഷ്യൻ കള്ള് കുടിച്ചിട്ട് വീട്ടിൽ വന്ന് മക്കളോട് കാണിച്ച ആക്രമം, എന്താ അതിനൊക്കെ പറയുന്നത്, ഒരു റിട്ടയേർഡ് അധ്യാപകൻ. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. റിട്ടയേർഡ് അധ്യാപകൻ, അദ്ദേഹം എത്ര നാൾ ചെറുതായിട്ട് കഴിക്കുകയുള്ളായിരുന്നു. റിട്ടയേർഡ് ആയപ്പോഴേക്കും ബോറടി തുടങ്ങി, കൂടുതൽ കുടിയായി. അവസാനം ആ മകനും അപ്പനോട് വഴക്കുണ്ടാക്കി മകൻ അപ്പനെ കുത്തിക്കൊന്നു. നല്ല മകനാണ് ആ മകനെ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അയാളുടെ ക്യാരക്ടർ അതായിരുന്നു. നാട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഈ അപ്പൻ മദ്യപാനം എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് വന്ന് ബോധമില്ലാതെ മനുഷ്യർക്ക് അതീതമായ വാക്കുകൾ ഉപയോഗിച്ച് അവൻ്റെ പെങ്ങന്മാരെയും അമ്മേനെ ആക്രമിക്കുന്നത് കണ്ട് അയാൾ ഒരു പ്രാവശ്യം കുത്തിയതുമല്ലെന്ന് പറയുന്നത്. എന്തോ ഒരു രീതിയിൽ കത്തിയെടുത്തു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം കുത്തു വീണു, കറക്റ്റ് ആൾ പോയി. ആ മകന് അത് സഹിക്കാൻ വയ്യാതെ വീണ്ടും അവൻ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ഒരു മദ്യം കൊണ്ടുണ്ടായ ദുരന്തങ്ങളാണ്. ഞാൻ എത്ര കഥ പറയണം ഇതിനകത്ത്. അതുകൊണ്ട് മദ്യത്തിനെതിരെ ഭയങ്കര ഇതായിട്ട് നിങ്ങൾ കഴിക്കുന്നവർ കഴിച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ കഴിക്കുന്നവർ കഴിച്ചോ. നിങ്ങൾ കഴിക്കുന്നവരെയൊന്നും നിങ്ങൾക്ക് ഭയങ്കര കഴിവാണ്, വെള്ളം ഒഴിക്കാതെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയും. അല്ലാതെ പൊട്ടിച്ചൊഴിച്ച് നിങ്ങൾക്ക് ഭയങ്കര സൂപ്പറായിട്ട് കഴിച്ച് കാണിക്കാൻ പറ്റും. പക്ഷേ പാവങ്ങളായ മനുഷ്യരും ചെറുപ്പക്കാരും കൊച്ചു പിള്ളേരും ഒക്കെ യൂസ് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇത് മേടിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ശരിയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പല തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യർ, പല കാര്യങ്ങളും വന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരായാലും ആരായാലും ഈ വിഷയത്തിൽ എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. മദ്യത്തിൻ്റെ കാര്യങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് അത് മഹത്തായിട്ട് കൊണ്ടുവരരുത്. നശിപ്പിക്കപ്പെട്ട ആളുകൾ കരയുന്നുണ്ട് ഒരു ഭാഗത്ത്. അവരെങ്ങനെയെങ്കിലും മോചിക്കാൻ നിൽക്കുമ്പോൾ ഈ കളറും കുപ്പിയൊക്കെ കാണുമ്പോൾ വീണ്ടും അവർ ആ പഴയ തോട്ടിലോട്ട് പോയി അതൊന്ന് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ശാപം ഉണ്ടാകും. എന്നോട് ആരും പിണക്കം തോന്നണ്ട, ഞാനിത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാൽ താങ്ക് യു. മലയാള അക്ഷരങ്ങൾ മറന്നുപോയി.
അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഓർക്കുന്നു എന്നല്ല, എഴുത്ത് മറന്നുപോയി. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. സീൻ നമ്പർ 1 അല്ല സീൻ നമ്പർ 7 എന്ന് എഴുതണ സ എന്ന അക്ഷരം എങ്ങനെയാണ്, ഇൻ എങ്ങനെയാണ്, എഴുതാൻ പറ്റുന്നില്ല. ഉടനെ ഞാൻ ഒരു അരപ്പൊക്കെ എടുത്ത് കഴിക്കും. അരപ്പൊക്കെ എടുത്ത് കഴിക്കുമ്പോഴത്തേനും ഒരു മിനിറ്റ് ഒരു നോർമാലിറ്റി കിട്ടും. അങ്ങനെ 24 hours മദ്യമില്ലെങ്കിൽ ഞാൻ അബ്നോർമലാണെന്ന് പറയുന്ന അവസ്ഥയിൽ ഞാൻ തന്നെ എത്തി. അങ്ങനെ എനിക്ക് തന്നെ ഭയമായി തുടങ്ങി. രാത്രി കിടന്ന ഉറക്കമില്ല, മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും ഉറക്കമില്ല. അതിനിടയ്ക്ക് എൻ്റെ ഈ ഒരു അവസ്ഥ എനിക്ക് മറ്റൊരാളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, നിർത്താൻ ആഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ലാത്തതാണ് എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കേട്ടിരിക്കുന്ന നിങ്ങളടക്കം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു നിർമ്മാതാക്കളോ സ്നേഹിതരോ വീട്ടുകാരോ ആർക്കും നിനക്കൊന്ന് വെള്ളം അടിക്കാതെ മര്യാദയ്ക്ക് പഴയ പോലെ ഒന്ന് എഴുതിക്കൂടെ, നീ വിചാരിച്ചാൽ 1 or 2 ന്യൂഡിൽ എഴുതിക്കൂടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അവരുടെ വ്യൂ പോയിൻറ്റിൽ അത് ശരിയാണ്. പക്ഷേ 1 or 2 അല്ല 1000 ന്യൂഡൽഹി എഴുതണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ന്യൂ എന്ന് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത അളവിൽ അക്ഷരം മാത്രമല്ല മറന്നു പോകുന്നു, ടോട്ടലി നമ്മൾ ബ്ലാങ്ക് ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ ഒരുപക്ഷെ ജീവിതം സ്വാഭാവികമായിട്ട് അതിനിടയ്ക്ക് തന്നെ ഒരു ഇൻ്റർവെൽ പോലെ തന്നെ മാസത്തിലൊരിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം. അപ്പോഴത്തേക്കും എൻ്റെ മമ്മിക്കൊക്കെ മനസ്സിലായി ഞാൻ ഭയങ്കര കുഴപ്പത്തിലായിരുന്നു. ഞാൻ ഒരിക്കലും മമ്മിയുടെ ഡാഡിയുടെ മുമ്പിൽ മദ്യപിച്ചിട്ടില്ലെങ്കിലും ഞാൻ ദിവസങ്ങളും മാസങ്ങളും അപ്സ്റ്റെയർ ചെയ്യുന്ന താഴോട്ടിറങ്ങാത്ത അവസ്ഥയിൽ അവർക്കും ഭയമായി തുടങ്ങി. വീട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി, നാട്ടുകാർ ചെറിയ തോതിൽ അറിഞ്ഞു തുടങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു 20. അപ്പോൾ ഈ നമ്മുടെ എൻ്റെ അസിസ്റ്റൻറ്റും ഡ്രൈവറും ഒക്കെ പോയി ഇങ്ങനെ സ്ഥിരം ബ്രാൻഡ് കടയിൽ നിന്ന് രാവിലെ വൈകിട്ടും ഒക്കെ മേടിക്കുന്നത് നാട്ടുകാരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് രഹസ്യ സ്വഭാവത്തിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഇരിക്കെ പനച്ചിക്കലച്ചനെ പോലുള്ള വലിയ ധ്യാന ഗുരുക്കന്മാർക്ക് ഈ പോട്ടയിലും മുരിങ്ങയിലും ഒക്കെ ഉള്ള പനച്ചിക്കലച്ചൻ അദ്ദേഹം വളരെ പ്രശസ്തനായ ഗാനരചയിതാവും കൂടിയാണ്. അദ്ദേഹം തിരുനാമകീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവ് എനിക്ക് എന്തിനു നാഥ എന്നുള്ള പാട്ടൊക്കെ എഴുതിയ പനച്ചിക്കലച്ചനൊക്കെ ഒരുപാട് തവണ വീട്ടിൽ വന്നിട്ട് എന്നെ പ്രാർത്ഥിക്കുകയും അങ്ങനെ എല്ലാ അവസ്ഥകളും എടുത്ത് ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ തീരുകയാണ്. അതായത് എൻ്റെ ഒരു ഡെത്ത്. അപ്പോഴത്തേക്കും എൻ്റെ 3ാമത്തെ മകനും ഉണ്ടായി. അവനാണ്ട് 1 വയസ്സ് കഷ്ടിയായിട്ടില്ല. കൊച്ചു പിള്ളേരെല്ലാവരും. ഞാൻ മനസ്സിലായി ഇനി എനിക്കധികം ദിവസങ്ങളില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുടിക്കാൻ പറ്റുന്നില്ല, കുടിച്ചില്ല ജീവിക്കാൻ പറ്റുന്നില്ല, വലിക്കാൻ പറ്റുന്നില്ല, വലിച്ചില്ല ജീവിക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ ഇങ്ങനെ കാണാവുന്ന ദൂരത്ത് അസിറ്റീസ് അന്നേരം അനുഭവിക്കുന്നില്ലെങ്കിലും കാണാവുന്ന ദൂരത്ത് വൻ പ്രതിസന്ധി നിൽക്കുന്നു. ഇതിൽ നിന്ന് എനിക്കിന്ന് തിരിച്ചു വരാൻ പറ്റുമോ, ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ തന്നെ സൂയിസൈഡ് ചെയ്ത് പോകുമെന്നോ ഒക്കെ ഞാൻ സംശയിച്ചു പോയി. നിള പോലെയാണെന്ന് ഞാൻ, ഒഴുകാനാകുന്നില്ല, ആരോ എന്നെ കോരിയെടുക്കുന്നു. നിശ പോലെയാണെന്ന് ഞാൻ, ഉറങ്ങാനാകുന്നില്ല, ഒരു നിലാവ് എന്റെ മിഴികളിൽ അണയാതെ നിൽക്കുന്നു. ചതിയനാണിന്നെന്റെ ദൈവം, അതിരാവിലെ ഒരു കഠിനവേദന കരളിൽ മുത്തിക്കുടിക്കേണ്ട, തൊട്ടുകൂട്ടാൻ പോലും അല്പം വിഷം തന്നില്ല. ഹേ ബാംസുരി, നിന്റെ ഇടറിയ ജപശ്രുതി ഇനിയും എന്റെ കാതിൽ പകരരുത്. വസന്തം എങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും.